ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ്. പഴുത്ത ചക്ക ഉണ്ട്, വറക്കാനുള്ളതുണ്ട്, കറി വയ്ക്കാനുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കാണ്. ഇവിടെ അമ്മമ്മ ഉണ്ട്, എന്താ മേമി കുട്ടിച്ചക്ക ഇവിടെ ഉണ്ട്. റിച്ചുതാ ചക്ക തിന്നിട്ട് അങ്ങനെ മെല്ലെ നടന്നു പോണു. അപ്പോൾ നമ്മൾ ചക്ക ഉണ്ടാക്കണേ കാണിച്ചാൽ ചക്ക എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ വരുന്നുണ്ട്, പാലൊക്കെ ഇട്ട്. അപ്പം നമുക്ക് ചക്ക ഉണ്ടാക്കണ കാണാം. റിച്ചിത് പറയുന്നത് ചക്ക അടിപൊളിയാണ്. പിന്നെ ഒരു അത് അച്ഛൻ തന്നത് ഇത്, പിന്നെ ചേച്ചി തന്നത് അല്ല പണിക്കര. മെയിനായിട്ട് ഓർഡർ കൊടുക്കാൻ വന്നിട്ടുണ്ട്, ചക്ക എടുക്കാൻ പറ്റുന്നത്. അപ്പൊ കാണും വല്യമ്മ ആ പാടത്തു കൂടി വരുന്നത്. അയറ്റ് വരാനായിട്ടില്ല. കണ്ടോ റിച്ച് മുറിക്കണു. നമ്മളെ ചക്ക ഒക്കെ ഇങ്ങനെ കുരുവൊക്കെ കളഞ്ഞിങ്ങനെ പകുതി ആക്കി ഇട്ടിട്ടുണ്ട്. അമ്മമ്മ വറക്കാനുള്ളത് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണിതാ. കണ്ടോ, ഞാനിവിടെ ഇങ്ങനെ അതിൻ്റെ അടി മോളും ഇങ്ങനെ ചെത്തിടുന്നുണ്ട്. പണിയെടുക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ കത്തിയൊക്കെ ഉണ്ട്. തൊട്ടുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ തിന്നണോ. എന്താ സുബമേമതാ കുരു ഇങ്ങനെ പെറുക്കിടുക ഗൈസ്. ഇതാണ് ഇവിടെ പരിപാടി. അപ്പോൾ നമ്മളിങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇനി നമുക്ക് ചക്ക കിട്ടിയാൽ ഫുള്ള് ചക്കക്കുരു വെള്ളരിക്കുക, ചക്കക്കുരു മുരിങ്ങക്കായ. ഗൈസ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെ ചക്ക കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ. അതിനാണ് ഇപ്പം മേമതൊക്കെ എടുത്തേക്കുന്നുണ്ടോ. എന്താ ഇങ്ങനെ നമ്മൾ ഈ ചക്ക ഇതിൻ്റെ ഈ ഭാഗവും ഒക്കെ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അതുകൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അതാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വറക്കാനുള്ളത് അരിഞ്ഞത് വെച്ചട്ടോ ഗൈസ്. കേട്ടോ വറക്കാനുള്ളതാണ്. അപ്പം നമുക്കിനി വറക്കുമ്പോൾ കാണാം കേട്ടോ ഗൈസ്. ബൈ. പിന്നെ ഗൈസ് നല്ല കൊതുണ്ട് ഇവിടെ. എല്ലാവരും അടിച്ചിട്ടിട്ടും കൊന്നിട്ടൊക്കെ കുറേ കൊതുണ്ട്. നല്ല ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ടാട്ടോ ഗൈസ് കൊതുവൊക്കെ വന്നിട്ട് കാണാം. നല്ല ഇരുട്ടായിരുന്നു ഇവിടെയൊക്കെ. അപ്പം ഇനി വറക്കുമ്പോൾ കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒക്കെ ക്ലീനിങ് ഒക്കെ ആയിരുന്നു. ഇതൊരു ഇതൊക്കെ ആയി ഇങ്ങനെ നമ്മൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഴിയണാറായി. അപ്പോൾ അതാ മേമതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു ബക്കറ്റ് ചക്ക ചക്കട മടല്. അതെ അതെ, അര ബക്കറ്റ് ചക്കക്കുരു ഇട്ടതാ. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത പരിപാടിക്ക് കടക്കാൻ പോവാണ്. അതെ, ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് നമ്മൾ വറക്കാൻ വെച്ചിട്ടുള്ളത്. അടി നല്ല കനമുള്ളതാണ്, അപ്പോഴാണ് നല്ല ലൈറ്റിന് കിട്ടുള്ളൂ. അപ്പോൾ അതാ എണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മേമതാ. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോരാനുള്ളത്. അപ്പോൾ ചട്ടി ചൂടായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളം കലക്കാണ്. നമ്മളിങ്ങനെ വറക്കുമ്പോൾ ഉപ്പായിരിക്കും ഇങ്ങനെ തളിച്ച് കൊടുക്കണം, നല്ലാണ് ചിപ്സിന് ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് ഇല്ലാതെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചക്ക ഇട്ട് ഒന്ന് ഇതാവുമ്പോൾ നമ്മളിതിങ്ങനെ തളിച്ച് കൊടുക്കണം. അതെ, നമ്മൾ എണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കേണ്ടത്. പിന്നെ നമ്മൾ ചക്ക പറയണത് നൈസ് ചക്കയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ചക്കയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പഫ് അങ്ങനെ ആവും. അപ്പോൾ തണുത്ത പോലെ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. നല്ല നൈസാണെന്ന് വെച്ചാൽ നമ്മൾ ചിപ്സ് പോലെ കിട്ടും കേട്ടോ നമ്മുടെ ചക്ക. അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ കട്ടിയുള്ള ചക്ക ഇങ്ങനെ ഉണക്കിയിട്ടൊക്കെ വറക്കുക. നമ്മൾ ഉണക്കിയിട്ടൊന്നുമല്ല, ജസ്റ്റ് അപ്പം തന്നെ വറക്കട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ടാണ് നമ്മൾ ഇടുക. അപ്പോൾ അതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഇതാ നമ്മൾ ഇടാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പേപ്പറൊക്കെ വെച്ചിട്ട് എണ്ണ ഇതാക്കാനൊക്കെ വേണ്ടിയിട്ടേ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഇടാനുള്ള ചക്ക അമ്മമ്മ അരിഞ്ഞ് കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഇനി അമ്മമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇടാനുള്ളത് കൊടുന്നതാണ്. അപ്പോൾ ഇനി ഇത് നല്ല ചൂടാവണം. ഇങ്ങനെ ചെറിയ പത പോലെയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പോലെ നല്ല ചൂടായാലാണ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടായിച്ചിടുമ്പോൾ കാണാം. ഈ ചൂടായാലേ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടോ കേട്ടോ. അങ്ങനെ ആവണുള്ളൂ, ചൂടാവണുള്ളൂ. അപ്പൊ ഇതായിട്ടുണ്ടാവും. ആയിരുന്നു ഗൈസ്. ഇത് പൊന്തിണ്ടു. അങ്ങനെ പറഞ്ഞത് അമ്മ. അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൊന്തും. പൊന്തുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇങ്ങനെ ഐശ്വര്യ ആയിട്ട് നമ്മളിങ്ങനെ ഇട്ടാണ്. പൊന്തിരുന്നു. പൊട്ടുണ്ടോ? മറ്റേ ബിഗ് ബോസിൽ പേളിമണി ഉണ്ടാക്കിയ പോലെ. അപ്പൊ നല്ല ഇങ്ങനെ പൊളപ്പൊള വരുന്നുണ്ട്. എന്തേലും പറയാ വെള്ളം ഇപ്പൊ ആയിട്ടില്ല. ഒന്നും കൂടി നല്ലൊരു സൗണ്ട് വരും. അപ്പോഴാണ് കിലകില സൗണ്ട് വരുമ്പോ അല്ലേ. അതാക്കണോ അമ്മമ്മ ഉപ്പ് കലക്കാൻ വേണ്ടിട്ട് പറയാണ്. അപ്പൊ നമ്മള് കലക്കി വെച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ്. അപ്പൊ അത് തീ കുറച്ച് വെക്കണ്ട്. അപ്പൊ ഇങ്ങനെ പൊള്ളം പോലെ വരുന്നുണ്ട്. ഈ ചക്ക ചോളം കണ്ടോ, പൊള്ളം പോലെ അങ്ങനെ വരണം കേട്ടോ. അങ്ങനെ ആയാലാണ് ടേസ്റ്റ് കൂടെ, കുറച്ച് ക്രിസ്പി ആവും കേട്ടോ. അല്ലാതെ ആവുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ആവും. നമ്മൾ ഇത് ഇടാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കിടാനാണ്. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയിൽ കൂടെ സബർ ചില്ലി റിച്ച് ബൈ ഗൈസ് വറക്കണേൻ്റെ മുന്നേ ടേസ്റ്റൊക്കെ എത്തിയിട്ട് ആൾക്കാർ. അതെ, ഉപ്പ് കഴിക്കണുള്ളൂ. ചൂടാട്ടോ ഗൈസ്. സൗണ്ട് ഉണ്ട്. ഒന്നും കൂടി ഇതാക്കണോ മെറൂൺ കളറ്? സൗണ്ട് ഉണ്ട്. ഇവിടെ ഒന്ന് വരുവാ? എന്നാ രാജൂട്ടൊന്ന് വരുവാ? ഇപ്പൊ ആയിട്ടുണ്ടാവൂല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ. ഇനി നമ്മൾക്ക് മെല്ലെ ഉപ്പുവെള്ളം തളിക്കാം. ഉപ്പുവെള്ളം തളിക്കുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. അതെ, സൗണ്ട് തീ കുറയ്ക്കണം കേട്ടോ ഗൈസ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. നമ്മൾ ഇത് ഉപ്പുവെള്ളമാക്കുമ്പോൾ തീ കുറയ്ക്കാം. ചുവപ്പ് കളറായിരുന്നു. മഴ പെയ്യുന്ന സൗണ്ടില്ലേ നല്ല. അതെ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സ്ഫോടനാക്കണമെന്ന്. അതല്ല കേട്ടോ ഗൈസ്. അതെ, എങ്ങനെയാണ് ചക്ക വറക്കുമ്പോൾ ഉണ്ടാവുക. ബ്രൗൺ ഷെയ്ഡിൽ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതേ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് കൂട്ടുക കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ വാങ്ങുകയാണ്. അപ്പോൾ തീ കൂട്ടുമ്പോൾ വേഗം ഇങ്ങനെ കളർ വരും. അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. സൗണ്ട് കേൾക്കണം ഗൈസ്. അതിനെ സൗണ്ട് കേൾക്കണം കേട്ടോ. എന്നാലും നമുക്ക് അതിൻ്റെ പാകമായി എന്ന് അറിയാം. കേട്ടോളൂ. കണ്ടോ കണ്ടോ നല്ല ചുടൽ കണ്ടോ. അവനെ പൊട്ട് കണ്ടോ.
അങ്ങനെ പൊട്ടണം. സെക്കൻഡ് ട്രിപ്പ്. ഇവര് കമ്പനി അടിച്ചിട്ട് ചക്ക നോക്കുകയാണ് കേട്ടോ. നല്ല വർത്തം. അതെ, പണ്ടത്തെ സ്റ്റോറീസാണ് ഇവിടെ ഡിസ്കഷൻ. ഞാൻ വന്നപ്പോൾ ഇവര് നിർത്തി. യൂട്യൂബിൽ വരാൻ പറ്റാത്ത അത്ര യൂട്യൂബിൽ വരാൻ പറ്റാത്തതാണ് അവർ പറയണത്. വലിയ എന്തോ ഡിസ്കഷനാണ്. നമുക്ക് ഇങ്ങനെ പോവാം. അതെ, പണ്ടത്തെ സ്റ്റോറിയാണ്. അതായത് രാജുവേട്ടൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. മരിക്കാറായപ്പോഴുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇന്ന് എന്താ വേണം രാത്രി? ഇന്ന് രാത്രി എന്തായാലും മീൻകറി ഉണ്ട്, പിന്നെ ചീര വീട്ടിൽ നിന്ന് ഓടുന്നു. അപ്പൊ അതിന്റെ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു. നമുക്കൊന്ന് മേമന്റെ ഡിഷ് കണ്ടോക്കാം. രാവിലത്തെ പുട്ടുണ്ട്. രാവിലത്തെ പുട്ട്. ഇത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ മേമയുടെ ഇത് രാവിലത്തെ പുട്ടാട്ടോ ഗൈസ്. ഇത് പുട്ട്, ചോറ്, ചീര, പിന്നെന്താ മേമ? ഓ, മീൻകറി. മീൻകറി മേമയുടെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ ഗൈസ്. മീൻകറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളിയാണ്. നമ്മളെ കുടുംബസംഗമത്തിനൊക്കെ മേമയുടെ മീൻകറിക്കായിരുന്നു ഫാൻസ് ഇവിടെ. നമുക്ക് അന്ന് മത്തിയായിരുന്നു. ഇന്ന് ഇതെന്താ മേമ? അയിലേ? അയില കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഷുവറായിട്ടും മേമേൻ്റെ മീൻകറിയുടെ റെസിപ്പി കാണിക്കേണ്ടതാണ്. ഇതാ, ഇത് എണ്ണക്കടി കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും മീൻകറിയുടെ റെസിപ്പി അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വറുത്തിട്ടതാണ് കണ്ടോ. ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഗൈസ്? എന്നാലാണ് നമുക്ക് ക്രിസ്പി ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നങ്ങനെ സൗണ്ട്. നമുക്കതേ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ വിരിച്ചിട്ട് വിളിക്കിടാം. എണ്ണ ഒന്നും ഇങ്ങനെ ഇതാവാൻ നല്ല എണ്ണ ഉള്ള പോലെ ഉണ്ട്. ഞാൻ അടുത്ത് നമുക്ക് ട്രിപ്പ് ഇടുമ്പോഴത്തേനും പാത്രം കാലിയാക്കണം. ഇത് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് പോവാം. മൂന്നാമത്തെ ട്രിപ്പാണ് നമ്മളുടെ. അപ്പം നമ്മൾ കുറച്ചുകൂടി ഉപ്പൊക്കെ തളിച്ചു കേട്ടോ. മൂന്നാമത്തെയാണ്. ആദ്യം ഉപ്പ് ഉണ്ടാകുമ്പോ പിന്നെ ഇങ്ങനെ രണ്ടാമത്തെ അത്ര വേണ്ട. ഉണ്ടാവും ഈ എണ്ണയിലേ. അപ്പൊ രണ്ടാമത്തെ അത്ര തന്നെ വേണ്ടി വരികയാണ്. നോക്കിയൊക്കെ എടുത്ത് നോക്കിയൊക്കെ തുള്ളിയത് നല്ല കളറ്. ഒന്നുകൂടി കളറ് വരണ്ടേ? ഇത് മൊരിയണതിനനുസരിച്ചിട്ടേ ഉപ്പുണ്ട്. ഇപ്പില്ലേ? അപ്പൊ ഇനിയിപ്പോ അടുത്തത് ഇത്രയും വേണ്ട അല്ലേ? എന്ത് ചുവപ്പ് കളറാവും? അതാ മറ്റേ പിങ്ക് സാൾട്ടാണ്. ഉപ്പുണ്ടല്ലേ? ഇനിയുണ്ട് ഇത്ര വറുക്കാനൊരു ഉരുളി എടുത്തിട്ടോ. ഞാൻ തീ കൂട്ടിട്ട് തന്നെ ഉപ്പുവെള്ളം കളിക്കുമ്പോ അമ്മ ഈ ചട്ടിയിൽ തന്നെ എണ്ണ ഇരുന്ന കളറ് വരുമോ? ആ, കറുപ്പ് കളറ്. എന്തേലും ട്രിപ്പ് കഴിഞ്ഞത് മൂന്നാമത്തെ ട്രിപ്പാണ്. അതാ നമ്മള് ഇങ്ങനെ ഇട്ടിരിക്കാണ്. ഈ 2 ട്രിപ്പ് കൂടി ഉള്ളു കേട്ടോ. കഴിയാറായി ഏകദേശം. 4 ട്രിപ്പ് ഉണ്ടാവൂലേ? ഇത് കണങ്ങനെ സൗണ്ട് വരണം കേട്ടോ വയസ്സ്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ചിപ്സിൻ്റെ ഒരു എന്താ നല്ല ക്രിസ്പിനെസ് എന്തൊക്കെ കിട്ടുക. ആ കറക്റ്റ് പാകം ഇങ്ങനെ സൗണ്ട്.
കിലക്കിലാന്ന് സൗണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാട്ടോ. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് കൂടി ഇത് കൂടെ ഇതോടെ കൂടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ചക്ക വറക്കൽ കഴിഞ്ഞു. അതെ, ഇവിടെ നമുക്ക് ക്ലീനാക്കാൻ കണ്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതെ, അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പോയി. ഇപ്പം ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മേമ്പടണ്ട്, ഞാൻ പടണ്ട്. അതെ, ചൂടാറിയിട്ട് കുപ്പിയില് ഇനി ചൂടൊക്കെ ആറി എണ്ണൊക്കെ വാർന്നിട്ടാണ് നമ്മൾ ഉപ്പിലിട്ട് കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് എന്താ പറയുക കിട്ടിയത് കേട്ടോ. ആ ചക്കൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഇത് കുറയും, ക്വാണ്ടിറ്റി കുറയും. അപ്പം അങ്ങനെ യെസ്. അപ്പോൾ ചക്കോള് യെസ്, ഒരു ചക്കയും കൂടി ഇവിടെ ഇരിക്കുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് കുട്ടിച്ചിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കണില്ല. ബാക്കി നമ്മൾ വറക്കുള്ളത് ഇവിടെ ഉണ്ട്. എന്താ കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ആ അടിഭാഗവും മുകൾ ഭാഗവും ഇങ്ങനെ മുറിച്ചതാണ്. ഇത് നമുക്ക് ഉപ്പേരി വയ്ക്കാനോ അല്ലെങ്കിൽ കറി വയ്ക്കാനൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഇതാണ്ടോ ചക്കക്കുരു ഇടണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ പേര് പറയും എനിക്കറിയില്ല. എന്താ പറയുന്നേമാ? അത് കഥയ്ക്കും അറിയൂല, ചക്കക്കുരു അറിയണൊക്കെ അങ്ങനെ ചക്ക വയ്ക്കുമ്പോൾ ചക്കക്കുരു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ചക്ക വിശേഷം കഴിഞ്ഞു. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ എല്ലാവരും ചക്കൊക്കെ കിട്ടിയാൽ ഒന്ന് വറുത്ത് വെക്കാം കേട്ടോ, ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇടില്ല ആ ലൈക്ക് ഒക്കെ വീഡിയോ ഓൺ ആക്കിയിട്ട് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇങ്ങനെ നമ്മളൊരു ഡെപ്പോ നിറച്ചിട്ടുണ്ട്. ഞാൻ അടുത്തതാ ഡെപ്പം കൂടി ഇതിലേക്ക് കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ആ കണ്ട ചക്കയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കുറയും. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ 2 പെട്ടി ഇതാട്ടോ കുപ്പി നിറച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് ബൈ.